നമ്മൾ പോയത് നേരെ എങ്ങോട്ടാന്ന് വെച്ചാൽ ഗുണ്ടിൽപ്പെട്ടേക്കാണ് ഗൈസ്. ഗുണ്ടിൽപ്പെട്ട 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 അങ്ങനെ നേരെ ഞങ്ങൾ ഗുണ്ടിൽപ്പെട്ടയിലേക്ക് വിട്ടു. ഒറ്റമൈൻഡിൽ ഗുണ്ടിൽപ്പെട്ട. അങ്ങനെ വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ പോകുന്നത് ഇങ്ങോട്ട് ഗുണ്ടൽപ്പെട്ട. ഗുണ്ടിൽപ്പെട്ടയ്ക്ക് പോകുന്ന വഴിയാണ് ഇഷ്ടം പോലെ ആനകളുണ്ട് ഗൈസ്. എന്തോ ഒരു ആനകളാണെന്നറിയുമോ? 4 മണിക്കാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ടാണ് തോന്നുന്നത് ആനയൊക്കെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. നമ്മളെ കാണാനോ കാണാനോ നമുക്കറിയില്ലല്ലോ. കുരങ്ങന്മാരും ആനകളും മൂട് കാണിച്ചേക്കുന്ന ആനയും ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ് അവിടെ. ഞങ്ങൾ നേരെ ചവിട്ടി വിട്ടു എവിടേക്ക്? ഗുണ്ടൽപ്പെട്ടയ്ക്ക്. അങ്ങനെ ഗുണ്ടൽപ്പെട്ട ഒരു സ്പോട്ട് എത്തിയപ്പോൾ ഞങ്ങൾ എന്താക്കി, നേരെ ഇറങ്ങി നോക്കി. കുഴപ്പമൊന്നുമില്ല, അടിപൊളി സ്ഥലം. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് കുറച്ച് വണ്ടിയൊക്കെ പോകും. അപ്പോൾ നമ്മൾ എന്താക്കി, നേരെ വണ്ടി എടുത്തിട്ട് പിന്നെയും പോയി. കുറച്ച് ഓഫ് റോഡൊക്കെ വേണമല്ലോ, വെറുതെ ഇങ്ങനെ റൂട്ടിൽ കൂടെ പോയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഓഫ് റോഡൊക്കെ പോയി എത്തിയപ്പോഴാണ് പിന്നെ വണ്ടി അങ്ങ് പോകില്ല. അപ്പോൾ അങ്ങനെ എന്താക്കി, ഇറങ്ങിയങ്ങ് നടന്ന്. അടിപൊളി സ്ഥലത്താണ് ഞങ്ങൾ പോയി പെട്ടത്. ഏത് സ്ഥലമെന്നറിയോ? ഏത് മൂഡ്? ട്രിപ്പ് മൂഡ്. അങ്ങനെ നമ്മൾ പോയത് ഒരു പുഴേൻ്റെ അടുത്തേക്കായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത അടിപൊളി സ്ഥലമാണ് അവിടെ. കിഡു സ്ഥലം, പൊളി. ഗുണ്ടൽപ്പെട്ടയ്ക്ക് ഇവിടെ സ്ഥലത്ത് വന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് താഴെ കേട്ടോ ഗൈസ്. പിന്നെ അവിടെ ഞങ്ങൾ നേരെ പോയിട്ട് നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ആർമാദിക്കുകയാണ് ഗൈസ്. അങ്ങനെ അവിടുത്തെ ആർമാദിക്കലും ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു ഗൈസ്. സമയം കുറേ പോയിക്കുന്നു. പിന്നെ അവിടെ നിന്ന് പോയിട്ട് നല്ല കിടു വ്യൂ എടുത്തെന്ന് കണ്ടു നിങ്ങൾ. എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നേരെ തിരിച്ചു വിട്ടു. എങ്ങോട്ട്? വയനാട്ടിലേക്ക് തന്നെ. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ എന്താക്കി, നേരെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നടന്ന ക്ഷീണത്തിലും ഫോട്ടോ എടുത്ത ക്ഷീണത്തിലൊക്കെ നമ്മൾ എന്താക്കി, ഒരു ചായ മുട്ട ബജ്ജി അങ്ങ് കഴിച്ചു ഗൈസ്. മുട്ട ബജ്ജി മാത്രമല്ല, ഉള്ളിവടിയും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അതൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ട് നമ്മളെ നാട്ടിലേക്ക്. അങ്ങനെ മൊത്തത്തിൽ പെരുന്നാളങ്ങ് കളറായി. ട്രിപ്പും വിചാരിക്കാത്തൊരു ട്രിപ്പായി ഞങ്ങൾ പോയത് ഗൈസ്. ഗുണ്ടൽപ്പെട്ട ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഞങ്ങൾ സിനിമ പ്ലാൻ ചെയ്ത ഞങ്ങൾ നേരെ എത്തിയത് ഗുണ്ടൽപ്പെട്ടേക്കാണ്. പിന്നെ ഞങ്ങൾ രാത്രി നേരെ ഇരുട്ടാവുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ പോരൊക്കെ എത്തി. പോരെത്തിയപ്പോഴാണ് ട്വിസ്റ്റ് ഗൈസ്. എന്ത് ട്വിസ്റ്റ് ഗൈസ്! വീട്ടിൽ ടൂറൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വീട്ടിലായിട്ടില്ല അവസ്ഥ.